റോബിനോ? നിന്നെ കാണാറില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നു. വരുമ്പോന്നും അങ്കിളില്ല. ഞങ്ങളിന്ന് വീട്ടിലേക്ക് വരാണ്ടിരിക്കായിരുന്നു. ന്യൂസുകളൊക്കെ അപ്പോഴപ്പോ അറിയാറുണ്ട്, നമ്മൾ തമ്മിൽ കാണാറില്ലെങ്കിലും. ആന്റി എവിടെ? വരുന്നുണ്ട്. ഞാൻ ആദ്യമേക്ക് പോന്നു. ലോറൻസ്. ആനി, ഇനി നമുക്ക് ധൈര്യമായിട്ട് പുറപ്പെടാം. ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ തന്നെ കാണണം. നീ കണ്ടില്ലേ, ഇവന് തിന്നാനും കുടിക്കാനും ഒക്കെ നല്ലോണം കൊടുക്കണം. ഹലോ ഹലോ. കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. അതേടാ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് പോവാം. പിന്നെ കാണാം. ബൈ ബൈ. ആയിരുന്നോ? കൊണ്ടുവിടാം. വേണ്ട. ഞായറാഴ്ച എവിടെ ആയിരുന്നേ? വീട് അടച്ചിരുന്നല്ലോ. അത് ചോദിക്കാൻ താനാരാ? ഒന്നും കാണിക്കണ്ട. പുതിയ 2-3 കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങോട്ട് എന്നാടി പോന്നെ? അവിടെ അമ്മ മീൻ നാറത്തില്ല. അങ്ങളെ, സമയമായി. വേഗം ചെല്ലാൻ പറഞ്ഞു. നീ വെക്കോ, ഞാൻ വന്നേക്കാം. അവനങ്ങ് വരും. നമുക്ക് ഇറങ്ങാം. ഡ്രം എടുത്തേക്കാം. അല്ല, ആനിമോളെയും കാണാനില്ല. ആനിമോള് വന്നോളും, വിഷമിക്കണ്ട. വന്നാട്ടെ. എനിക്ക് ഈ വേഷത്തിൽ പപ്പയെ കാണുമ്പോ സങ്കടം വരും. പാവം. ആളും കൂടി. അല്ലോ, എന്തോ ഒരു കഷ്ടമാണ്. 5 മിനിറ്റ് താമസിച്ചു പോയി. എന്താ ചെയ്യാ? ആ 10 വരെ എങ്ങോട്ടാണ് മാഷെ? കടലിലേക്ക്. എന്താ വെറുതെ ചോദിച്ചാ? എങ്ങോട്ടാ? ദ്വീപിലേക്ക്. ഈ കാറ്റും കൂടെ കുഴപ്പം താൻ ദ്വീപിലെത്തിയത് തന്നെ. നിങ്ങൾക്കത് പറയാം. ഇത് 2 ആഴ്ചയുള്ള നിക്കാഹിന് ബാക്കി. അതിനു മുമ്പ് എങ്ങനെങ്കിലും ദ്വീപിലെത്തിപ്പിക്കാൻ വേണ്ടി പഠിച്ചോനെ. മിക്കവാറും കോയങ്ങ് ദ്വീപിലെത്തുമ്പോഴേക്കും ഓളെ കെട്ട് കഴിഞ്ഞിരിക്കും. അത് പിയാപ്പിള വേണ്ടേ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഓളെ പിന്നെ അവിടെ ആര് വന്ന് കെട്ടാൻ? ദ്വീപില് വേറെയും പിയാപ്പിളല്ലേ? അത് കൊള്ളാം. അതെ, നിന്റെ പെണ്ണ് ഞാൻ ചെല്ലുന്ന നേരം ഓളിനെ കാത്തിരിക്കും. നമ്മൾ തമ്മിൽ അത്രയ്ക്ക് മുഹബത്തിലാണ്. ഇതിന്റെ അകത്ത് മുഴുവൻ ഓക്കുള്ള സാധനങ്ങളാണ്. അല്ലേ? ഓള് കാത്തിരിക്കും. വിവാഹം സ്വർഗത്തിൽ മാത്രമല്ല, നരകത്തിലും നടക്കും. അതെന്റെ വാപ്പല്ലേ കഹിന്റെതല്ല. നിങ്ങളെ ഞാനാണ് കോയ. അല്ല, കള്ള് ഷാപ്പിനുള്ളിൽ നമുക്ക് കയറി വരാൻ പാടില്ല. അല്ലെ, കടൽക്കാകന്റെ പത്തേമാരി വന്നോ? ഇല്ല. എനിക്കിപ്പോ എത്ര ധൃതി? നീ പിന്നെ എപ്പോഴാണ് ഇത് വരിക? ഞാനെങ്ങനെ അറിയാ? ഞാനൊന്നുകൂടി ഇരുന്നോട്ടെ. ഇരുന്നോ. ഇന്റെ ദ്വീപിലേക്ക് ഇനി കടൽക്കാക്കന്റെ പത്തേമാരി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞേ. അത് നേരാണോ നിങ്ങളെ? അത് വെറുതെയാ. വന്നാ രക്ഷപ്പെട്ടിയാനെ. ഞാൻ ആകെ ബേജാറില്ല. എന്തിനാ ബേജാറാവണേ? അതെന്നാണ് പറയണേ. ഇത് പെങ്ങളെ നിക്കാഹിന് 4 കാശ് ഉണ്ടാക്കാനും വേണ്ടി കരയിൽ വന്നതാണ് ഞാൻ. ഇന്നത്തെ ഈ സഞ്ചിയിൽ കുറെ സ്മഗ്ലിംഗ് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളെ. ഇതൊക്കെ വിറ്റ് പെറുക്കി വന്നപ്പോ ദിവസം ഒത്തിരി ആയിപ്പോയി. എന്നിട്ടെന്താ പോകാഞ്ഞത്? പോകാൻ കപ്പലും വേണ്ടേ? കാറ്റും കൂടും തുടങ്ങുന്നതിന് മുമ്പ് ഒടുക്കത്തെ കപ്പലും പോയി.
ഇന്റെ പറച്ചോനെ ഇനി നിക്കാതെ ഞാൻ എങ്ങനെ ദ്വീപിലെത്തും? ഇതിന്റെ അകത്ത് മുഴുവനും ഓക്കുള്ള തുണിയും പണ്ടങ്ങളും ആണ്. കടൽക്കാക്കന്റെ പത്തേമാരി വരും, തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ ബേജാറാകാണ്ടിരിക്കേ. എന്ത് സമാധാനം? നിങ്ങൾക്കറിയോ ഇന്റെ നിക്കാതിന് ഇനി കഷ്ടി 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ 2 ആഴ്ച മുമ്പിൽ ഞാനവിടെ എത്തിയില്ലേ ഈ സാധനം വേസ്റ്റ് ആവും. അല്ല കോയെ, സ്മഗ്ലിംഗ് സാധനമൊക്കെ കഴിഞ്ഞോ? ഇപ്പോഴൊക്കെ വിറ്റ് ഞാൻ അടുത്ത തവണ വരുമ്പോഴേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയോളേ. അല്ല, നിങ്ങൾ കടൽക്കാക്കിനോട് പറഞ്ഞിട്ട് ഇന്നൊന്ന് ദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റും? അക്കാര്യം ഞാൻ ഏറ്റു കോയെ. ഇന്റെ റബ്ബേ, അത് മതി. കോയെ, ഒരു ലാർജ് എടുക്കട്ടെ. എടുത്തോളി. അല്ല, ഇതാണ് ഇത് നമുക്ക് അതിന് വരാളൊക്കെ. അപ്പോഴേ മറ്റേത് പറഞ്ഞോണ്ട് കേട്ടോ. ഹലോ, നീ നോക്കിക്കോ, ഇവൻ നിനക്കൊരു കൊച്ചിനെ തന്നിട്ട് വലിയ ഓടാ. നമുക്ക് പോവാം. നട്ടുച്ച നേരം മുതൽ ഒരേ നിപ്പ് നിന്നതല്ലേ, കുറച്ചിരുന്നിട്ട് പോവാം. ഞാനിരുന്നാ ശരിയാവില്ല. മോളെ, 2 ഗ്ലാസ് എടുത്തോ, കുറച്ച് വെള്ളവും. അപ്പ ഈടെ ഓവർ ആവുന്നുണ്ട്. ഞാനോ? ഓവറാകാൻ ഓവർ കാശ് വേണ്ടേ മോളെ? അല്ലേ? പിക്കിൾ ഇരിപ്പുണ്ടോ മോളെ? അതൊന്നും ഇവിടെ ഇല്ല. മതി മതി. പറയുമ്പോ തനിക്ക് വിഷമം തോന്നരുത്. പത്തേമാരി ഉണ്ടാക്കിയും ഡ്രം അടിച്ചും താൻ തന്റെ മോനെ വളർത്തി വലുതാക്കി. പക്ഷേ അവന്റെ പോക്കത്ര ശരിയല്ല. എനിക്കറിയാം ചേട്ടാ. തന്റെ ഹെൽപ്ലെസ്നെസ് എനിക്കറിയാം. എന്നാലും പറയാ, അവൻ എന്റെ മോളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വിലക്കണം. തന്റെ മുഖത്ത് നോക്കി ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് വിഷമിക്കായിരുന്നു ഞാൻ. പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവൾ കാര്യമില്ലാതെ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാലോ. താനിരിക്കേ. ഇല്ല, അങ്കിൾ പോവാ. ഐ എം സോറി.